ഏഷ്യ കപ്പിൽ സഞ്ജു ഇന്ത്യയുടെ ഓപ്പണറാകേണ്ട. താനാണ് സെലക്ടറെങ്കിൽ സായ് സുദർശനെയോ വൈഭവ് സൂര്യവംശിയെയോ ഓപ്പണറായി കളിപ്പിക്കും. പറയുന്നത് മുൻ ഇന്ത്യൻ ഓപ്പണറും സെലക്ടറുമായിരുന്ന ക്രിസ് ശ്രീകാന്താണ്. സായ് സുദർശനോ വൈഭവ് സൂര്യവംശിയോ അഭിഷേക് ശർമ്മയോടൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യണമെന്നാണ് 1983 ലോകകപ്പ് കിരീട ജേതാവ് കൂടിയായ ശ്രീകാന്ത് വ്യക്തമാക്കുന്നത്. ഷോർട്ട് ബോളിനെതിരെ സഞ്ജു സാംസൺ പതറിയത് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ നടന്ന പരമ്പരയിൽ കണ്ടതാണെന്നും മറ്റു ടീമുകളും ഈ സാഹചര്യം ചൂഷണം ചെയ്യുമെന്നും ശ്രീകാന്ത് പറഞ്ഞു. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഓഗസ്റ്റ് 19 മുംബൈയിൽ വെച്ച് നടക്കുമെന്നാണ് റിപ്പോർട്ട്. ഭൂരിഭാഗം ക്രിക്കറ്റ് വിദഗ്ധരും അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരാകണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇതിനിടയിലാണ് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തി ക്രിസ് ശ്രീകാന്ത് രംഗത്തെത്തിയത്. ചീക്കി ചീക്ക എന്ന തൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശ്രീകാന്ത്. താനാണ് സെലക്ടറെങ്കിൽ ഒന്നാം നമ്പർ ഓപ്പണറായി അഭിഷേക് ശർമ്മയെ തിരഞ്ഞെടുക്കും. രണ്ടാമത്തെ ചോയ്സ് തീർച്ചയായും സഞ്ജു അല്ല, വൈഭവ് സൂര്യവംശിയെയോ സായ് സുദർശനെയോ തിരഞ്ഞെടുക്കും, ശ്രീകാന്ത് വ്യക്തമാക്കി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള 15 അംഗ സ്ക്വാഡിലും താൻ വൈഭവ് സൂര്യവംശിയെ ഉൾപ്പെടുത്തുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. IPL അരങ്ങേറി കിടിലൻ പ്രകടനം നടത്തിയതോടെയാണ് വൈഭവ് സൂര്യവംശി ക്രിക്കറ്റ് ലോകത്ത് ശ്രദ്ധേയനായി മാറുന്നത്. നിലവിൽ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന് വേണ്ടിയും വൈഭവ് മികച്ച പ്രകടനമാണ് നടത്തുന്നത്. എന്നാൽ നിലവിലെ ICCയുടെ നിയമം അനുസരിച്ച് വൈഭവ് സൂര്യവംശിക്ക് അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്താൻ കഴിയില്ല. 15 വയസ്സ് പൂർത്തിയായാലേ വൈഭവിന് അതിന് കഴിയൂ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമം ഇങ്ങനെയാണെങ്കിൽ 2026 മാർച്ച് വരെ വൈഭവ് സൂര്യവംശിക്ക് കാത്തിരിക്കണം. T20 ലോകകപ്പ് ഫെബ്രുവരിയിൽ ആരംഭിക്കുന്നതിനാൽ വൈഭവിന് ലോകകപ്പിനുള്ള ടീമിലും ഇടം കണ്ടെത്താനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം 15 വയസ്സിന് താഴെയുള്ള താരങ്ങളെ കളിപ്പിക്കുന്നതിന് പ്രത്യേക അനുമതി രാജ്യങ്ങൾക്ക് ICCയിൽ നിന്ന് നേടാനാകും. അതേസമയം സഞ്ജുവിനെ ഏഷ്യ കപ്പിൽ കളിപ്പിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ശ്രീകാന്തിനില്ല. വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താം എന്നാണ് ശ്രീകാന്ത് അഭിപ്രായപ്പെടുന്നത്. സായ് സുദർശൻ IPL ഓറഞ്ച് ക്യാപ്പ് നേടിയ താരമാണ്. അവൻ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. യശസ്വി ജയ്സ്വാളും മികച്ച ഫോമിലാണ്. അതുകൊണ്ടാണ് സായ് സുദർശനോ വൈഭവ് സൂര്യവംശിയോ യശസ്വി ജയ്സ്വാളോ അഭിഷേകിനൊപ്പം ഓപ്പൺ ചെയ്യണമെന്ന് താൻ പറയുന്നത്. വലിയ മത്സരമാണ് മൊത്തത്തിൽ ടീമിലെ സ്ഥാനത്തിനായി നടക്കുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജുവിനെയോ ജിതേഷ് ശർമ്മയെയോ തിരഞ്ഞെടുക്കാം, ശ്രീകാന്ത് വിശദീകരിച്ചു. ശ്രേയസ് അയ്യർക്ക് വേണ്ടിയും ശ്രീകാന്ത് വാദിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർക്ക് ടീമിലെ സ്ഥാനം ഉറപ്പായും നൽകണമെന്നതാണ് തൻ്റെ അഭിപ്രായമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യൻ ടീം അവസാനമായി T20 പരമ്പര കളിച്ചത്. 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയിൽ ആകെ 51 റൺസ് മാത്രമാണ് സഞ്ജു സാംസൺ നേടിയത്. ഇതേ പരമ്പരയിലെ മികച്ച റൺവേട്ടക്കാരൻ അഭിഷേക് ശർമ്മയായിരുന്നു. 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 219.68 സ്ട്രൈക്ക് റേറ്റിൽ 279 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും 2024 മികച്ച ഫോമിലായിരുന്നു സഞ്ജു സാംസൺ. 2024 കളിച്ച 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 436 റൺസാണ് സഞ്ജു നേടിയത്. 3 സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും സഞ്ജു സ്വന്തമാക്കി. ഹൈദരാബാദിൽ ബംഗ്ലാദേശിനെതിരെ 47 പന്തിൽ 111 റൺസ് നേടിയ സഞ്ജു തൊട്ടു പിന്നാലെ ഡർബനിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 50 പന്തിൽ 107 റൺസ് നേടി. ജോഹന്നാസ്ബർഗിലും പ്രോട്ടിയാസിനെതിരെ സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു. ശ്രീകാന്ത് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയെങ്കിലും ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഓപ്പണറായി സഞ്ജു തന്നെ അഭിഷേക് ശർമ്മക്കൊപ്പം കളിക്കാനാണ് സാധ്യത. ഇന്ത്യയുടെ ടീം പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.